ഓണം എത്തിക്കഴിയും. ഓണത്തിന് ട്രെൻഡി ഓർ ട്രഡീഷണൽ വസ്ത്രങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണോ നിങ്ങൾ? ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചേലക്കരയുടെ സ്വന്തം VK സിൽക്സ്. ചേലക്കര ഗണപതി കോവിലിന് സമീപം INTUC റോഡിലാണ് VK സിൽക്സ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ കൂടാതെ ഇമ്പോർട്ടഡ് ട്രെൻഡി വെസ്റ്റേൺ കളക്ഷൻസ്. ഈ ഓണത്തിന്റെ സ്പെഷ്യലായ മൽക്കോട്ടൺ സാരികൾ, ഓണത്തിന് സ്വർണ്ണ നിറത്തിൽ തിളങ്ങാൻ കൈത്തറി വസ്ത്രങ്ങൾ, ജെൻസിനും കുട്ടികൾക്കുമായുള്ള വസ്ത്രങ്ങളുടെ വലിയൊരു ലോകം, കുട്ടിക്കുറുമ്പുകൾക്ക് ഓണമടിച്ചു പൊളിക്കാൻ ട്രഡീഷണൽ കളക്ഷൻസ്, ബോയ്സിനുമുണ്ട് വലിയൊരു കളക്ഷൻ. അപ്പോൾ ഈ ഓണം VK സിൽക്സിനോടൊപ്പം. ചേലക്കര പ്രസ് ക്ലബിന്റെയും ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചേലക്കര പ്രസ് ക്ലബിന്റെയും ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്ര ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചേലക്കര പഴയന്നൂർ മേഖലകളിലെ നിരവധി മാധ്യമ പ്രവർത്തകർ പങ്കെടുത്തു. ചടങ്ങിൽ ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, ശ്രീകൃഷ്ണ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ അശോക് വാര്യർ, പ്രസ് ക്ലബ് സെക്രട്ടറി V മണികണ്ഠൻ, കൺവീനർ സ്റ്റാൻലി K സാമുവൽ, ട്രഷറർ അരുൺകുമാർ, രക്ഷാധികാരി മജീദ് മാഷ്, ട്രസ്റ്റ് അംഗം അംബിക എന്നിവർ സംസാരിച്ചു. നമുക്ക് എല്ലാവരും നമ്മുടെ പത്രക്കാരെ ഓർമ്മിക്കുന്ന ഒരു ആളാണ് അശോകേട്ടൻ. അതിന് പ്രത്യേകം നന്ദി. കാരണം പത്രക്കാരെ ആരും അങ്ങനെ കാര്യമായിട്ട് ഓർമ്മിക്കാറൊന്നുമില്ല. എല്ലാവരും അവരവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പത്രപ്രവർത്തനം മേടിക്കാനല്ലാതെ എല്ലാവരും ഓണം കൊണ്ടാടാൻ വേണ്ടിയിട്ട് ഇവിടുന്നാണ് നമുക്ക് കിറ്റ് അതുമാതിരി നമുക്കുള്ള ഓണക്കൂട അടക്കം തരുന്ന അശോകേട്ടൻ എന്തായാലും ചേലക്കര പ്രസ് ക്ലബിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. വരും കാലങ്ങളിലും ഈ സേവനം തുടരട്ടെന്നു അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹകരണങ്ങളും ചേലക്കര പ്രസ് ക്ലബിൻ്റെ ഭാഗത്തുള്ള എല്ലാ സഹകരണവും അശോകേട്ടനും കുടുംബത്തിനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യം നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കുന്ന നമ്മളെ വേണ്ട രീതിയിൽ ഭരണഘടന നമുക്ക് അനുവദിച്ചിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ട നേതാക്കൾ തന്നെ പലപ്പോഴും ജനത്തിന് എതിരായി ജനഹിതത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ അവരെ നേർവഴിക്ക് നടത്തിക്കാനും പൊതുസമൂഹത്തിൽ നേർവഴിക്ക് നടത്തിക്കാനും പറ്റാവുന്ന ഏക സംവിധാനം മാധ്യമ കൂട്ടായ്മയാണ്. ഒരു വർഷം നമ്മൾ കണ്ടുകിട്ടുന്ന ഒരു ഓണാഘോഷമാണ്. അപ്പോൾ ഈ വർഷം നമുക്കത് ഓണാഘോഷത്തോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും കാണാനും നമ്മൾ രണ്ടുപേരും പറയാനും ഒരു അവസരം ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് ട്രസ്റ്റ് ഈ വർഷം വരുന്ന അച്ഛൻ്റെ ഓർമ്മദിനം ഓഗസ്റ്റ് 27-ാം തീയതി. അപ്പോൾ 27-ാം തീയതി വളരെ വിപുലമായിട്ട് ശ്രീ സദനം വാസുദേവൻ ചെണ്ട ആചാര്യനാണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ വർഷത്തെ മാതൃത്വ പുരസ്കാരം കൊടുക്കുന്നത് കലാമണ്ഡലം ബലരാമൻ അവർക്കാണ് കൊടുക്കുന്നത്. എന്തായാലും ഐവർമഠം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വർഷാവർഷം ഇവിടെ വെച്ച് നടക്കുന്ന മാധ്യമപ്രവർത്തകർ ഒരുമിച്ച് ചേർത്ത് ആ സ്നേഹം പങ്കിടുന്ന ചടങ്ങ് വളരെ മനോഹരമാണ്. ഈ വർഷവും അത് ഇവിടെ നടക്കുകയാണ്. ഐവർമഠം നമ്മൾ വിവിധരായിട്ടുള്ള മാധ്യമന്മാർ എന്നും മാധ്യമപ്രവർത്തകരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചൊരാളാണ്. കൂടാതെ മാധ്യമപ്രവർത്തകരായ മൊയ്തീൻകുട്ടി, ഭാനുപ്രകാശ്, സിജി ഗോവിന്ദ്, ഷനോജ്, സിബി പഴയന്നൂർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.